നിലനിർത്തുന്നു. നമ്മുടെ പ്രിപ്പറേഷനിൽ ആ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് മലയാളിക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് ഒരു ദിവസം അത് മേടിച്ച് കഴിക്കുകയും അത് പറ്റില്ലെങ്കിൽ നാളത്തെ സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിൽ റാക്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്തൊരു സ്ഥലത്തേക്ക് ഈ സാധനം അന്വേഷിച്ച് പോകും. വൈവിധ്യവൽക്കരണത്തിന്റെ പുതിയ ലോകത്തേക്ക് പ്രവേശിച്ചതോടെ നിറപറയ്ക്ക് വിപണിയിൽ എതിരാളികളില്ലാതായി. അപ്പം, പുട്ട്, പത്തിരി തുടങ്ങിയ അരിപ്പൊടികളിൽ ആരംഭിച്ച വൈവിധ്യവൽക്കരണം കറി പൗഡറുകളിലേക്കും ഫുഡ് സപ്ലിമെന്റിലേക്കും വളർന്നു. അച്ചാറുകൾ തന്നെ 30ഓളം വെറൈറ്റികളുണ്ട്. 500-ലധികം ഉൽപ്പന്നങ്ങളാണ് നിറപറയുടേതായി ഇന്ന് വിപണിയിലുള്ളത്. സോപ്പ്, ഷാംപൂ, ഹെയർ ഓയിൽ തുടങ്ങിയവയ്ക്കായി ഹെൽത്ത് ആൻഡ് വെൽനസ് ഡിവിഷൻ തന്നെ തുടങ്ങി. ഇതിൽ ഏറ്റവും പുതിയ ഉൽപ്പന്നമാണ് സ്വീറ്റ് 17 എന്ന വൈറ്റാലിൻ പ്ലസ്. ഫുഡ് സപ്ലിമെന്റ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷനെ ഫാസ്റ്റ് ആക്കുക, ഡെഡ് ആയ സെൽസിനെ റീകൺസ്ട്രക്ട് ചെയ്യുക, ടോക്സിറ്റിനെ റിലീസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അതുകൊണ്ട് ഇന്നർ ഓർഗൻസിന് നമുക്ക് ടോക്സിറ്റി ഡെപ്പോസിറ്റിന് വരുന്ന അതിന് ഇന്നർ ഓർഗൻസിൻ്റെ പ്രായത്തെ ചെറുപ്പമാക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് അത് കഴിച്ചതുകൊണ്ട് പലർക്കും അങ്ങനത്തെ നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റ് നമ്മൾ അതിന് ഇപ്പോൾ പേര് കിടക്കുന്ന സ്വീറ്റ് 17 എന്നാണ് കിടക്കുന്നത്. അതിന് വൈറ്റാലിൻ പ്ലസ് എന്നുള്ള പേരിൽ അതും വേറൊരു ഡിവിഷനായിട്ട് അത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ തുടങ്ങിയ നിറപറയ്ക്ക് ഇന്ന് 10ഓളം ഫാക്ടറികളുണ്ട്. 2500ഓളം തൊഴിലാളികൾ 2 ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യുന്നു. രാജ്യത്തെ എല്ലാ മെട്രോ നഗരങ്ങളിലും മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്. 44 വിദേശ രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള കേരള ബ്രാൻഡ് കൂടിയാണ് നിറപറ. ഓരോ ഘട്ടത്തിലും കൃത്യമായ ശാസ്ത്രീയ പരിശോധനകളിലൂടെയാണ് ഉൽപ്പന്ന നിർമ്മാണം. ഞങ്ങളുടെ റോ മെറ്റീരിയൽ അകത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ സാമ്പിൾ ഞങ്ങൾ മൈക്രോബയോളജിക്ക് ഞങ്ങളുടെ ലാബിൽ കൊടുക്കും. അതിൻ്റെ എല്ലാവിധ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുക. അതിൻ്റെ അഫ്ലോടോക്സിൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള സൽമോണിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് വെക്കുന്ന റോ മെറ്റീരിയലാണ് ഞങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ പ്രോസസ്സിലും ഞങ്ങൾ ഇതിൻ്റെ ഓരോരോ അനാലിസിസ് നടത്തുകയും ടെസ്റ്റ് നടത്തുകയും ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റും ഞങ്ങൾ ടെസ്റ്റ് നടത്തിയ ശേഷമാണ് ഞങ്ങൾ ലാബ് ടെസ്റ്റ് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് പോകാറുള്ളത്. 280 കോടി രൂപയാണ് നിറപറയുടെ വാർഷിക വിറ്റുവരവ്. ലാഭം കൂട്ടാൻ വേണ്ടി മായം ചേർക്കുന്ന സംവിധാനം നിറപറയ്ക്കില്ലെന്ന് വിജു പറയുന്നു. ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മലയാളികൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം എത്തിക്കുകയാണ് നിറപറയുടെ ലക്ഷ്യം. മലയാളി എന്നും നല്ല സാധനം സെലക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് കമ്പനിയുടെ ഒരു വിഷയം. ആ ക്വാളിറ്റി തന്നെയാണ് ഇന്ന് നിറപറ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ക്വാളിറ്റി മലയാളിയുടെ ഇഷ്ടത്തിനുള്ള ടേസ്റ്റും അതേപോലെ തന്നെ ആരോഗ്യം നിറഞ്ഞതുമായ ഒരു ഭക്ഷണ രീതി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് നിറപറയ്ക്ക് ഇന്ന് ലോകമാകമാനം എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ബിഗ് മാർക്കറ്റ് നെറ്റ്വർക്കിനും 2 വർഷം മുൻപ് നിറപറ തുടക്കം കുറിച്ചു. ഗൾഫ് രാജ്യങ്ങളിലും കമ്പനിക്ക് സ്വന്തം ബിസിനസ് ഉണ്ട്. രാജ്യത്തിനകത്തും പുറത്തും മലയാളികളുള്ള ദേശങ്ങളിലെല്ലാം സ്വന്തം നാടിന്റെ രുചിയും ഗന്ധവും കൈവിടാതെ കാത്തുസൂക്ഷിക്കുകയാണ് നിറപറ.